എല്ലാവർക്കും നമസ്കാരം. അപ്പം ഏതൊരു ട്രാവൽ ബ്ലോഗറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് പറയുന്നത് ഒരു ഗോപ്രോ ആക്ഷൻ ക്യാമറയാണ്. അപ്പം ഇന്ന് എനിക്ക് അത് സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് ഗോപ്രോ ഹീറോ 9 ആണ്. അപ്പം ഞാൻ ഇത്രയും നാൾ എൻ്റെ ട്രാവൽ വ്ളോഗുകളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ മൊബൈൽ ഫോണിലായിരുന്നു. അപ്പോൾ ഇനി തൊട്ട് എൻ്റെ ട്രാവൽ വ്ളോഗിങ്ങും മറ്റും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഈ ഒരു ഗോപ്രോ ക്യാമറയിലായിരിക്കും. അപ്പോൾ ഞാനിത് ഗോപ്രോ ഹീറോ 9 ബ്ലാക്ക് ആണ്. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ആമസോണിൽ നിന്നൊരു 37,000 റുപ്പീസായിരുന്നു ഇതിനായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആക്സസറീസ് എല്ലാം കൂടി ഒരു 40,000 ആയിട്ടുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹീറോ 9 ആണ്. അപ്പോൾ ഇതിൽ 3.0 ഹൈപ്പർ സ്മൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗോപ്രോ ഹീറോ 9 ക്യാമറയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാസങ്ങളായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഇങ്ങനൊരു പാക്കറ്റിലൊക്കെയാണ് ക്യാമറ വന്നിട്ടുള്ളത്. ഇതിലതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പൊട്ടിക്കാം. സംഭവം നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഗോപ്രോയുടെ നല്ല ഒരു കേസിലാണ് വന്നിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ലതാണ്. കാരണം ഈ ബാഗ് നമുക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇതിൽ തന്നെ എളുപ്പമാണ്. നമുക്കൊന്ന് ഓപ്പൺ ആക്കി ഇതാണ് നമ്മുടെ ഗോപ്രോ ഹീറോ 9ൻ്റെ ആ ഒരു ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ. നമ്മുടെ ക്യാമറ ഉണ്ട്, പിന്നെ നമ്മുടെ ചാർജിങ് കേബിളും കാര്യങ്ങളൊക്കെ, പിന്നെ നമ്മൾ ഹെൽമെറ്റിലൊക്കെ മോൾഡ് ചെയ്യാനായിട്ടുള്ള സ്ക്രൂവും മറ്റ് ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഗോപ്രോയുടെ ഒരു നോട്ടീസും ബ്രൗഷറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ആ ഒരു കാഴ്ചകൾ. നമുക്ക് ആ ചാർജിങ് കേബിളും മറ്റും പിന്നെ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാനുള്ള സ്ക്രൂവും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ ഗോപ്രോ ക്യാമറയും കാണാൻ പറ്റും. ആക്ച്വലി ഇത് ഞാൻ നേരത്തെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഫിക്സ് ചെയ്തതാണ്. അപ്പം ഇതാണ് നമ്മുടെ ഗോപ്രോ ഹീറോ 9 ക്യാമറ. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഫോട്ടോ എടുക്കാനുള്ള സ്വിച്ചും പിന്നെ അതിൻ്റെ മോഡ് ബട്ടണും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ പുറകിലായിട്ടാണ് നമ്മുടെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഇടാൻ, അത് ബാറ്ററി അതുപോലെ നമ്മുടെ മെമ്മറി കാർഡ് കാര്യങ്ങളൊക്കെ ഇടാനായിട്ടുള്ള ഒരു പോർട്ട് വരുന്നത്. ഇവിടെ ആണ് ബാറ്ററി ഇടുന്നത്. ഇതാണ് ഗോപ്രോ ഹീറോ 9ൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. അത്യാവശ്യം കുഞ്ഞ് ബാറ്ററിയാണ്. 1720 mAh ബാറ്ററിയാണ്. നിങ്ങൾക്കൊരു 3-4 മണിക്കൂറൊക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് 1080 ഇട്ടിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒരു വ്ളോഗറൊക്കെ ഒരു 1 ഡേ ഒക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഒരു എക്സ്ട്രാ ബാറ്ററി കൂടിയൊക്കെ കരുതി വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ആൻഡ് ഇതിൻ്റെ ഈ സൈഡിലായിട്ട് തന്നെയാണ് ഇതിൻ്റെ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് വരുന്നത്. അങ്ങനെ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. പിന്നെ ഈ ഗോപ്രോ ക്യാമറ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ക്വിക്ക് ആപ്പ് എന്ന് പറഞ്ഞ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്പ് കിട്ടും. അത് നമ്മുടെ ഗോപ്രോ ആയിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കൺട്രോൾ ചെയ്യാനും പിന്നെ മീഡിയാസ് ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറ്റുമൊക്കെ പറ്റും. അപ്പം ഇതിങ്ങനെ ഇട്ട് ക്ലിപ്പ് പിടിച്ചിടുക. ക്യാമറ ഓൺ ആയിട്ടുണ്ട്. പിന്നെ ഗോപ്രോ ഹീറോ 9ൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു ഈ കാണുന്ന ഇവിടെ ഒരു സെൽഫി ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റും. അത് വ്ളോഗിങ്ങിനൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. കാരണം നമുക്ക് തന്നെ നമ്മളെ ഇങ്ങനെ കണ്ടുകൊണ്ട് സെൽഫി ആയിട്ടൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് തന്നെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റും. അത് വ്ളോഗേഴ്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഗോപ്രോ ഹീറോ 9 ഹീറോ 8ഉം ഹീറോ 7ൽ നിന്നൊക്കെ വെച്ച് വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈപ്പർ സ്മൂത്ത് 3.0 ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതായത് സ്റ്റെബിലൈസേഷൻ, നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഷേക്കും മറ്റു കാര്യങ്ങളൊന്നും വരാതിരിക്കുന്ന ഒരു സംഭവമാണ് ഈ സ്റ്റെബിലൈസേഷൻ. അത് ഇതിൽ കുറച്ചുകൂടി അപ്ഗ്രേഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഹീറോ 10ലും ഹീറോ 11ലും ഒക്കെ കുറച്ചുകൂടി ഇതിനേക്കാളും അപ്ഡേഷൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ബഡ്ജറ്റിൽ എനിക്ക് എടുക്കാൻ പറ്റുന്നതായിരുന്നത് ഈ ഒരു ഹീറോ 9 ആണ്. വേറെ ഒന്നുമല്ല, എനിക്ക് ഈ ഒരു ഫ്രണ്ടിൽ ഈ ഒരു സെൽഫിയാണ് ഇതിൽ ഭയങ്കര ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു സെൽഫി സ്ക്രീൻ. ഹീറോ 9ൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 5K അപ് ടു 5K റെസൊല്യൂഷനിൽ നമുക്ക് 5K 30 ഫ്രെയിം പെർ സെക്കൻഡിൽ, അതുപോലെ തന്നെ നമുക്ക് 4K 60 ഫ്രെയിം പെർ സെക്കൻഡ്, അതുപോലെ 2K നമുക്ക് 120 ഫ്രെയിം പെർ സെക്കൻഡിലൊക്കെ നമുക്കിത് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് 1080 ക്വാളിറ്റിയിൽ നമുക്ക് ലൈവ് സ്ട്രീമിങ്, സോഷ്യൽ മീഡിയയിൽ ലൈവ് സ്ട്രീമിങ്ങും മറ്റുമൊക്കെ ഇതിൽ വെബ് ക്യാമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് നല്ല അഡ്വാൻറ്റേജുകളുള്ള ഒരു വ്ളോഗിങ്ങിനൊക്കെ പറ്റിയ ഏറ്റവും നല്ലൊരു ക്യാമറയാണ് ഗോപ്രോ ഹീറോ 9.
ഇത് ഞാൻ ആമസോണിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തിട്ടുള്ള മറ്റൊരു ഇതിൻ്റെ ഒരു സെൽഫി സ്റ്റിക്കാണ്. ഇതിൻ്റെ ഒരു ഗിംബലായിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്കിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗോപ്രോയുടെ ഈ ഒരു ഇവിടെ തൊട്ട് താഴെയാണ് നമുക്കിതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇത് ഫിക്സ് ചെയ്യുന്ന ആ ഒരു സംഭവം വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിൻ്റെ സ്ക്രൂ മൗൾഡും കാര്യങ്ങളൊക്കെ നമുക്ക് ബോക്സിൽ നിന്ന് തന്നെ കിട്ടും. ഇത് വെച്ചിട്ടാണ് നമുക്കിതിൽ കണക്ട് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഇതിങ്ങനെ ഫിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു സെൽഫി സ്റ്റിക്കായിട്ട് നമുക്ക് ഈ ഒരു ഗോപ്രോ വെച്ചിട്ട് നമുക്കിങ്ങനെ പിടിച്ചിട്ട് തന്നെ സെൽഫി ആയിട്ട് തന്നെ നമുക്ക് വ്ളോഗ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിങ്ങനെ നമുക്കിങ്ങനെ നീട്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഗിംബൽ സെറ്റപ്പിൽ ഇതിനെ പല ഷേപ്പിൽ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്കിതിൻ്റെ അടിയിലൊരു സെറ്റപ്പ് ഉണ്ട്. അതായത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അടിയിൽ ഈ ഒരു സാധനം ഇങ്ങനെ ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിങ്ങനെ തിരിച്ച് നമുക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്കൊരു സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. സ്റ്റാൻഡായിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിങ്ങനെ വെച്ച് പ്ലേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാം. അങ്ങനെ നല്ല ഒരു ഇത് ഞാൻ ആമസോണിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. ഇത് 500 സംതിങ് ആയി. അപ്പോൾ ഇതും നമുക്ക് വ്ളോഗിങ്ങിനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇനി നമുക്കിതിൻ്റെ അകത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇത് നമ്മുടെ ഗോപ്രോയുടെ നാരോ മോഡിലാണ് ഇട്ട് ഷൂട്ട് ചെയ്യുന്നത്. നാരോ മോഡ് 1080 60 FPS ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അറിയാം. ബാക്കിൽ അത്യാവശ്യം നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ലെവലിലാണ് ഒരു നാരോ മോഡ് വരുന്നത്. മെയിനായിട്ട് ഇതിന് 3 മോഡുകളാണുള്ളത്. നാരോ, വൈഡ്, പിന്നെ സൂപ്പർ വൈഡ്. അങ്ങനത്തെ മോഡുകളാണ് മെയിനായിട്ട് വ്ളോഗിങ്ങിന് നമുക്ക് പറ്റിയത്. ഇപ്പോൾ ഇട്ടിരിക്കുന്നത് നാരോ മോഡാണ്. അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നല്ല നടന്നിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ ആ ഒരു നടത്തമൊന്നും ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. കറക്റ്റ് ഞാനൊന്ന് ഓടി കാണിക്കാം. ഞാൻ ഇപ്പോൾ ചാടുകയാണ്. ശരിക്കും ആ ഒരു സ്റ്റെബിലൈസേഷൻ 3.0 ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സ്റ്റെബിലൈസേഷൻ കറക്റ്റ് നമുക്കിതിൽ വീഡിയോയിൽ നല്ല രീതിക്ക് റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ വൈഡ് ആംഗിൾ ഒന്ന് കാണാം. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് സെയിം സ്ഥലം തന്നെയാണ്. അതിൻ്റെ വൈഡ് ആംഗിളിലാണ് ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഈ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു പോർഷൻ, അതുപോലെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നിങ്ങൾക്ക് വൈഡായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കാണാം ഈ ഒരു പുറമേയുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല രീതിക്ക് ഇങ്ങനെ വൈഡായിട്ട് കിട്ടുന്നുണ്ട്. ഇത് 1080 60 FPS തന്നെയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സൂപ്പർ വൈഡ് മോഷൻ ഒന്ന് നമുക്കൊന്ന് കാണാം. ഇത് സൂപ്പർ വൈഡ് ആംഗിളിലാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു മേഘവും മറ്റ് ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ നല്ല കർവ് ചെയ്തിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെയാണ്. എൻ്റെ ഏതാണ്ട് ഈ ഒരു കൈയുടെയൊക്കെ ഒരു മുക്കാൽ പോർഷൻ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും സൂപ്പർ വൈഡ് ആംഗിൾ ഇട്ട സമയത്ത്. ഞാൻ ഈ പറയുന്ന വോയിസ് എന്ന് പറയുന്നത് ഈ ഗോപ്രോയിലെ തന്നെ ഇൻബിൽഡ് മൈക്കിൻ്റെ വോയിസാണ്. ഞാൻ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു മൈക്ക് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു മൈക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മൈക്കിന് നല്ലൊരു ക്യാപ്ചറിങ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് സൂപ്പർ വൈഡ് ആംഗിളാണ്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഞാൻ ഇപ്പം ജസ്റ്റ് ഇങ്ങനെ നടന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നടക്കുമ്പോൾ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ എത്രത്തോളം വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ജമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റെബിലൈസേഷൻ്റെ ആ ഒരു ഹൈപ്പർ സ്മൂത്ത് 3.0 ആണ് ഇതിലെ സ്റ്റെബിലൈസേഷൻ. അപ്പോൾ നമ്മൾ ചാടുമ്പോൾ പോലും ഈ ആക്ഷൻ ക്യാമറയുടെ ആ ഒരു എന്താ പറയുക, നമുക്ക് ആ ജെർക്കിങ് ഒട്ടും ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഓടുന്ന സമയത്താണെങ്കിൽ പോലും ജസ്റ്റ് ആ ഒരു ജെർക്കിങ് ഭയങ്കരമായിട്ടുണ്ട് ഫീൽ ചെയ്യാത്തുള്ള ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഹൈപ്പർ സ്മൂത്ത് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഹൈപ്പർ സ്മൂത്ത് 3.0 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഏറ്റവും ഹീറോ 7 നമുക്ക് ഹൈപ്പർ സ്മൂത്ത് 2.0 ആണ്. ഇതിൽ ഹൈപ്പർ സ്മൂത്ത് 3.0 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഈ ഒരു ജെർക്കിങ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. നമുക്ക് നടന്നുകൊണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇനി ഈ ക്യാമറയുടെ മറ്റൊരു പ്രത്യേകത തന്നെ ഇതിൽ ടൈം ലാപ്സ് വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് ടൈം ലാപ്സ് വീഡിയോയുടെ കുറച്ച് ഫുട്ടേജ് ഒന്ന് കണ്ടുപോകാം. ടൈം ലാപ്സ് കൊണ്ട് നമുക്ക് ഈ സൺസെറ്റിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ അടിപൊളിയാണ്. നമ്മൾ ഇതിൽ തന്നെ ടൈമറിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ടൈമറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൺസെറ്റും സൺറൈസും ഒക്കെ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. ഇത്ര നേരം നമ്മൾ കണ്ടത് ഇതിൻ്റെ വീഡിയോ മോഡാണ് കണ്ടത്. ഇനി ഇതിൻ്റെ കുറച്ച് ഫോട്ടോസിൻ്റെ ഫുട്ടേജ് നമുക്കൊന്ന് കാണാം.
പിന്നെ ഇതിൽ നമുക്ക് 5Kയിലും 4Kയിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. 5Kയിൽ നമുക്ക് അപ്പ് ടു 30 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ 4Kയിൽ നമുക്ക് 60 ഫ്രെയിം പെർ സെക്കൻഡിലും 2Kയിൽ നമുക്ക് 120 ഫ്രെയിം പെർ സെക്കൻഡിലും ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ വരുന്ന മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ 5Kയിലും 4Kയിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ ഇച്ചിരി പ്രശ്നമായിരിക്കും. കാരണം വലിയ ഫയലായിരിക്കും, ക്വാളിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ. ആൻഡ് ഇതിൽ 5Kയിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ വാണിംഗ് ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. കൺവേർട്ട് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറും ലാപ്ടോപ്പും ഇല്ലെങ്കിൽ നമുക്ക് പണിയാണ്. നമ്മളൊരു നോർമൽ ഒരു ഫോൺ വ്യൂവിനൊക്കെ 1080 തന്നെയാണ്, ഫുൾ HD തന്നെയാണ് ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം 5Kയിൽ എടുക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു 1080യിലുള്ള കുറച്ച് വീഡിയോസാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ. ഇതിൻ്റെ ഒരു വീഡിയോ ഫോട്ടോ ക്വാളിറ്റി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി എന്തായാലും ഇനി ഞാൻ ഈ പറഞ്ഞ ട്രാവൽ വ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു GoPro Hero 9 ക്യാമറയിലായിരിക്കും. ഒരുപാട് ട്രാവൽ വീഡിയോസൊക്കെ ഇനി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്.